ഇത് ഒരു സ്പൂൺ എടുത്ത് വായിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിൽ ക്ലിയർ ആകും. അമ്മക്കിളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മക്കളെ എല്ലാവർക്കും സുഖമാണല്ലോ. അമ്മക്കിളിയുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും അമ്മക്കിളിയോട് കൂട്ടുകൂടണം, മറന്നു പോകരുത്. തിരിച്ച് അമ്മക്കിളി പറയത്തില്ല കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് എന്താണെന്ന് മനസ്സിലായോ? ഉലുവ. എല്ലാവർക്കും അറിയാം ഉലുവ. ഉലുവയുടെ ഉപയോഗങ്ങളും എല്ലാവർക്കും അറിയാം. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ചിലർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. അറിയാത്ത കാര്യം ഞാൻ ഇന്ന് പറഞ്ഞുതരാം. മുഖ്യമായ ഒരു ആവശ്യത്തിന് ഈ ഉലുവ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാവരും അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് നിങ്ങളെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇച്ചിരി ഉലുവ വറുത്ത് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വറുത്തതെല്ലാം തീർന്നു പൊടിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും വേണമല്ലോ, സാമ്പാറും പിന്നെ മീനും അച്ചാറൊക്കെ ഇടുമ്പോൾ അതിന് വേണമല്ലോ. അപ്പോൾ ഒരു ശകലം എന്നൊന്ന് വറുത്തിട്ടൊന്ന് പൊടിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മക്കളെ. മൂക്കട്ട് കേട്ടോ, ഒത്തിരി കരിച്ചെടുക്കരുത്. ഉലുവാപ്പൊടിയുടെ ഉപയോഗം എന്തൊക്കെയാണെന്ന് അറിയാമോ? മീന്, അച്ചാറ്, സാമ്പാർ, രസത്തിനിടാം. പിന്നെ നമുക്ക് ഏറ്റവും മുഖ്യമായിട്ട് അത്യാവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സർവ്വസാധാരണ ഫുഡ് പോയ്സൺ ആകാറുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റാണ് ഉലുവാപ്പൊടി. ഇത് ഏറ്റവും ബെസ്റ്റാണ്. ഇത് ഒരു സ്പൂൺ എടുത്ത് വായിലോട്ടിടുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. നല്ല ഉടനടി പ്രതിവിധിയാകും. വീട്ടിലെ മരുന്നാണിത് കേട്ടോ. നമ്മൾ വീട്ടിലത്തെ റെമഡിയാണ്. വയറിളകുന്നതിന് ഏറ്റവും ബെസ്റ്റാണ് ഉലുവാപ്പൊടി. ഇല്ല, വെള്ളം കുടിച്ച് ഉലുവാപ്പൊടി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തൈരിനകത്തോട്ട് നല്ല ഇച്ചിരി തൈരെടുത്തിട്ട് തൈരിനകത്തോട്ട് അങ്ങോട്ട് കലക്കി ഒറ്റ മടക്കിൽ ഒരു കൂടി കുടിച്ചാൽ അപ്പം സ്റ്റോപ്പാവും നമ്മുടെ വയറിൻ്റെ അസ്വസ്ഥത. അതുകൊണ്ട് എല്ലാവരും എപ്പോഴും, ചിലർ അങ്ങനെ എടുത്ത് ഉലുവ വായിലിടും, പക്ഷെ അതിനെക്കാട്ടി എഫക്റ്റ് ഇങ്ങനെ പൊടിച്ച് വെച്ചാണെങ്കിൽ നമുക്കൊരു ഇച്ചിരി എളുപ്പമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിലെപ്പോഴും ചെയ്ത് വെക്കണം കേട്ടോ. ഉലുവാപ്പൊടി നമുക്ക് അത്യാവശ്യം ഒന്ന് ഓടിപ്പോയി ഒരു സ്പൂൺ എടുത്ത് വായിലിടണമെങ്കിൽ ഏറ്റവും നല്ലതാണ് വറുത്ത് പൊടിച്ച് വെച്ചാൽ. പിന്നെ ഷുഗർ പേഷ്യൻ്റൊക്കെ കഴിക്കും പൊടിയെ, പക്ഷെ അത് എന്നും കഴിക്കുന്നത് അത്ര നല്ലതല്ല. വല്ലപ്പോഴും കഴിക്കുന്നത് ഒക്കെയാണ് ഷുഗർ കൺട്രോളിലാകും. എല്ലാ ദിവസവും റെഗുലറായിട്ടൊന്നും കഴിക്കരുത് കേട്ടോ ഉലുവാപ്പൊടി. വല്ലപ്പോഴും കഴിക്കാവുന്നേ ഉള്ളൂ. ഉലുവ കൊണ്ടുള്ള ഉപയോഗങ്ങൾ, ഉലുവ കഞ്ഞി കുടിക്കുന്നവരുണ്ട്, ഉലുവ ലേഖ്യം കഴിക്കുന്നവരുണ്ട്. അതൊക്കെ ഉണ്ട്, ഒത്തിരി പരിപാടികളുണ്ട്. നല്ല മെഡിസിൻ അടങ്ങിയ സംഭവമാണ് ഈ ഉലുവ. ഉലുവയുടെ ഇല കിട്ടിയാൽ അത് ഏറ്റവും നല്ലതാണ്. ഉലുവ ഇലത്തോരന് മേത്തി എന്ന് പറയുന്നത് നല്ല ഉലുവ ഇലയിട്ട് ചപ്പാത്തി ഉണ്ടാക്കും, തീയൽ വെക്കും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഉലുവായിട്ട് കേട്ടോ. അപ്പോൾ ഇത് വറുത്ത് പൊടിച്ചിരുന്നപ്പോൾ നമ്മളെപ്പോഴും ഞാനിവിടെ സ്റ്റോക്കായിട്ട് വെച്ചേക്കും കേട്ടോ. ഒരിക്കലും ഉലുവ ഇല്ലാതിരിക്കത്തില്ല. ഉലുവ നമുക്ക് എപ്പോഴും അത്യാവശ്യം. ഈ പരുവം മതി കേട്ടോ. ഉലുവ ഒരുമാതിരി മൂത്തു, ഒത്തിരി അങ്ങ് ബ്രൗൺ ആക്കരുത്. ഇനി ഈ ചട്ടിയിലിരുന്നൊന്ന് നോക്കൂ. ഇത് നല്ലൊന്ന് ചൂടാറട്ടെ. ആറിക്കഴിഞ്ഞാൽ നമുക്കിത് പൊടിച്ചെടുക്കാം. ഈ പരുവത്തിൽ എടുക്കാം. ഇനി മൂപ്പിക്കത്. ഇനി മൂപ്പിച്ചാൽ കരിഞ്ഞ മാതിരി ഒരു സ്മെല്ല് വരും. അപ്പം ഇതൊന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. നൈസാ പൊടിക്കണം കേട്ടോ. തരുന്ന് വേണ്ട, നൈസായിരിക്കണം. നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം. അത് ഞാൻ പൊടിച്ചു കഴിഞ്ഞു. നല്ല സൂപ്പറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് സ്മെല്ല് പോകാതെ നല്ല ഒരു കുപ്പിയിലിട്ട് അടച്ചു വെക്കണം. അതാണ് ഏറ്റവും മുഖ്യം. ഉലുവാപ്പൊടിയുടെ സ്മെല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലൈറ്റ് ചൂട് കാണും, ചൂടാറിയ ഉടനെ കുപ്പിയിലിട്ട് അടച്ചു വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ അടച്ചു വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. ഇതാണ് അമ്മക്കിളിയുടെ. ഇതുപോലെ ഒരു കുപ്പിയിലിട്ട് നല്ല ടൈറ്റ് അടച്ചു വയ്ക്കുക. കാറ്റ് കയറരുത്, സ്മെല്ലും പോകരുത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായിരിക്കും. എല്ലാവരും വീട്ടിൽ ചെയ്തു വയ്ക്കുക. ഇതാണ് ഇന്നത്തെ അമ്മക്കിളിയുടെ വീഡിയോ.